നമുക്കിന്ന് മസൂർ ദാൽ ചുവന്ന ദാൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ദാൽ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഉള്ളി, ചെറിയുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 3-4 അല്ലി, കുറച്ചല്ലി, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ 2 വറ്റൽമുളക്. ഇനി നമുക്ക് എങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ജീരകവും കൂടെ ഇടാനുണ്ട്. ജീരകം ഞാൻ അരക്കാൻ ഇടുമ്പോഴത്തേക്ക് ഇടാമെന്ന് വെച്ചിട്ടാണ്. അരച്ചെടുക്കാനായിട്ട് ജാറിലോട്ട് ഇടാതെ ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ടാലും മതി. ക്യാരറ്റ് എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടരയ്ക്കാം കേട്ടോ. ഇട്ടൊന്ന് തളിച്ചു ഒരു 5 ഉള്ളിയൊക്കെ നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5 ചുവന്നുള്ളി, 2 വറ്റൽമുളക്, എരിവിൻ്റെ ആവശ്യത്തിന് നോക്കുക. പിന്നെ ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഉപ്പ്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കാണാം. അതെ, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. അരമണിക്കൂർ ഇട്ടില്ലേലും കുഴപ്പമില്ല. വേഗം ഇത് ഇതായി കിട്ടും. ഒത്തിരി സമയമൊന്നും വേണ്ടി വരില്ല. ദോശ ബാറ്റർ നോർമൽ ദോശയുടെ അതേ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. ദോശ ഇടാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇനി നമുക്ക് അതിലേക്ക് ദോശമാവ് ഒഴിക്കാം. ഇങ്ങനെ ചൂടായിട്ട് അതിൻ്റെ പുറത്തുനിന്നൊക്കെ നല്ലെണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ദോശ മറിച്ചിടാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ അരയ്ക്കാൻ നേരത്ത് ഇടാൻ നേരത്ത് പറഞ്ഞില്ല കേട്ടോ. കായം, ഒരു ടീസ്പൂൺ കായം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ നേരത്ത്. അത് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാണ്, കായവും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദോശ ആയിട്ടുണ്ട്. അടുത്ത ദോശ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശ ആയിട്ടുണ്ട്. ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ചമ്മന്തി ഇനി കഴിച്ച് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ഈ ദോശ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചമ്മന്തി മുക്കി കൊള്ളാം കേട്ടോ. സൂപ്പറാണ്. നമ്മുടെ ഈ പയർ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ലേ, അതിൻ്റെ വേറൊരു ടേസ്റ്റ്. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. നല്ല ഹെൽത്തി ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.